നമസ്കാരം. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ മിസൈലുകളെപ്പോലെയോ പോർവിമാനങ്ങളെപ്പോലെ തന്നെ പ്രധാനമാണ് അവയെ നിയന്ത്രിക്കുന്ന സൂക്ഷ്മമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ അഥവാ ചിപ്പുകൾ. സമീപകാലത്തായി ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ റഷ്യയുടെ S-400 മിസൈൽ പ്രതിരോധ യൂണിറ്റുകളിലും 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ സുഖോയ് 57 വിമാനങ്ങളിലും ചൈനീസ് നിർമ്മിത മൈക്രോ ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന വാർത്തകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ട് തങ്ങളുടെ ആയുധങ്ങൾ പൂർണ്ണമായും റഷ്യൻ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണെന്ന് മോസ്കോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര സുരക്ഷാ വിജയമായാണ് കണക്കാക്കപ്പെടുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം റഷ്യയ്ക്ക് ആധുനിക സെമി കണ്ടക്ടറുകൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അതിനാൽ അവർ ചൈനയെ ആശ്രയിക്കുന്നുവെന്നുമാണ് പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഉയർന്നു വന്ന പ്രധാന വാദം. പ്രത്യേകിച്ച് റഡാർ സംവിധാനങ്ങളുടെ തലച്ചോർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോണോലിത്തിക് മൈക്രോവേവ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. ചൈനീസ് നിർമ്മിത ചിപ്പുകൾ ഉപയോഗിക്കുന്നത് ഡാറ്റ ചോർച്ചയ്ക്കും സൈബർ ചാരവൃത്തിക്കും വഴിയൊരുക്കുമെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ ആയുധങ്ങളിലെ ചൈനീസ് സാന്നിധ്യം ഇന്ത്യൻ പ്രതിരോധത്തിന് വലിയ ഭീഷണിയുമാകുമായിരുന്നു. ഈ ആരോപണങ്ങളെ തടയിടാൻ റഷ്യൻ സർക്കാർ ഇപ്പോൾ കൃത്യമായ ഒരു കർമ്മ പദ്ധതി പുറത്തിറക്കിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായ പ്രതിരോധ ഘടകങ്ങളുടെ നിർമ്മാണത്തിനായി സർവത്ലോവ്സ്ക് മേഖലയിൽ പുതിയ ഫാക്ടറി സ്ഥാപിക്കുമെന്ന് റഷ്യൻ ഗവർണർ ഡെനിസ് പാസ്റ്റർ പ്രഖ്യാപിച്ചു. 2027 അവസാനത്തോടെ അത്യാധുനിക മൈക്രോ ചിപ്പുകളുടെ സീരിയൽ ഉൽപ്പാദനം റഷ്യയിൽ തന്നെ ആരംഭിക്കും. സുഖോയ് 57 വിമാനങ്ങളിലെ റഡാർ സംവിധാനങ്ങൾക്കും S-500 പ്രൊമീത്യൂസ് തുടങ്ങിയ പുതിയ തലമുറ പ്രതിരോധ സംവിധാനങ്ങൾക്കും ആവശ്യമായ ചിപ്പുകൾ ഇതിലൂടെ തദ്ദേശീയമായി റഷ്യയ്ക്ക് നിർമ്മിക്കാൻ സാധിക്കും. വിദേശ വിതരണ ശൃംഖലകളെ ആശ്രയിക്കാതെ തന്നെ ആയുധ നിർമ്മാണം തുടരാനാകുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തിൻ്റെ നട്ടെല്ലായി മാറിക്കൊണ്ടിരിക്കുന്ന S-400 സംവിധാനങ്ങളും ഇന്ത്യ വാങ്ങാൻ ആലോചിക്കുന്ന സുഖോയ് 57 പോർവിമാനങ്ങളും പൂർണ്ണമായും സുരക്ഷിതമാണെന്ന ഉറപ്പാണ് ഇതിലൂടെ റഷ്യ നൽകുന്നത്. റഷ്യൻ ആയുധങ്ങളിൽ ചൈനയുടെ ഇടപെടൽ ഇല്ലെന്ന് ഉറപ്പാക്കുന്നത് ദില്ലിയും മോസ്കോയും തമ്മിലുള്ള ദീർഘകാല വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കും. സാങ്കേതിക കൈമാറ്റത്തിലൂടെ ഇന്ത്യയിൽ തന്നെ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ചർച്ചകൾ നടക്കുന്ന വേളയിൽ റഷ്യയുടെ ഈ സ്വയം പര്യാപ്ത നിലപാട് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. വിദേശ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാത്ത സ്വതന്ത്രമായ പ്രതിരോധ സംവിധാനം ഉറപ്പാക്കുവാൻ ഈ നീക്കം സഹായിക്കും. ചുരുക്കത്തിൽ ആധുനിക യുദ്ധക്കളം കേവലം വെടിക്കോപ്പുകൾ കൊണ്ട് മാത്രമല്ല, സർക്യൂട്ടുകൾ കൊണ്ടും കൂടി നിയന്ത്രിക്കപ്പെടുന്നതാണ്. ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ വിദേശ രാജ്യങ്ങളെ ഒഴിവാക്കി സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള റഷ്യയുടെ നീക്കം ആഗോള പ്രതിരോധ വിപണിയിൽ തങ്ങളുടെ 1ാം സ്ഥാനം നിലനിർത്താനുള്ള പോരാട്ടം കൂടിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സൈനിക ആസ്തികൾ ചൈനീസ് ചാരവൃത്തിയിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കുവാൻ ഈ പ്രഖ്യാപനം സഹായിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.